Good morning, viewers. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സോ എല്ലാ വീട്ടിലും തിരങ്കൈ ഓസ്ട്രേലിയനെ വിചാരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു വെച്ചാൽ ദിസ് പാട്രിയോട്ടിസം ഷുഡ് നോട്ട് ബി കൗസി. It should come from the heart. It should not be forced or implemented by law. Otherwise it will backfire. എനിവേ അത് നമുക്ക് പിന്നെ സംസാരിക്കാനെ കുറിച്ച്. പക്ഷേ ഇന്നത്തെ കഴിഞ്ഞ ആഴ്ചത്തെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്സ് ഈ ഭാരത് ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. പിന്നെ വന്ന അപ്പോളോ ഹോസ്പിറ്റൽ, ഭാരതി എയർടെൽ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, അഡാനി പോർട്ട്, ഈ സ്റ്റോക്സ് നന്നായി ചെയ്തിട്ടുണ്ട്. ലോജിസ്റ്റിക്സ് വേഴ്സ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ളത് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സ് വേഴ്സ്റ്റ് പെർഫോമൻസ്, ഓൾവേസ് വേഴ്സ്റ്റ് പെർഫോമിംഗ്. ബജാജ് ഫൈനാൻസ്, ബജാജ് ഫിൻസ് പെർഫോം ചെയ്തിട്ടില്ല. ഏഷ്യൻ പെയിൻറ്റ്, ജിയോ ഫൈനാൻഷ്യൽസ്, ONGC, ഇതൊക്കെ വേഴ്സ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്സ് ആണ്. ഇതാണ് രണ്ട്. പിന്നെ 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 ഞാൻ പറയാനുള്ളത് വെച്ചാൽ ഈ ഡിഫൻസ് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസും സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. സോ ഈ നിഫ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സംതിങ് അറൗണ്ട് ദി നിഫ്റ്റി, ഹൂ ഓൺസ് നിഫ്റ്റി, ഇന്ത്യയിലുള്ള നിഫ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിഫ്റ്റി കമ്പനീസ് ഈ ഇന്ത്യയിലെ റിച്ചസ്റ്റ് പീപ്പിളുടെ ഒരു സ്കോർ കാർഡാണ് ഈ നിഫ്റ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഹോൾഡ് ചെയ്തത് മോസ്റ്റ്ലി മുകേഷ് അംബാനി ആൻഡ് ഫാമിലി. ദാറ്റ് ഈസ് ഹി ഹോൾഡ്സ് 2 കമ്പനീസ്, റിലയൻസ് ഇൻഡസ്ട്രീസും ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്. പിന്നെ വരുന്നത് ഗൗതം അഡാനി ആൻഡ് ഫാമിലിയാണ്. അഡാനി എൻ്റർപ്രൈസസ്, അഡാനി പോർട്ട്, ഈ 2 സ്ട്രോങ് കമ്പനീസ് നിഫ്റ്റിയില്ല. പിന്നെ വരുന്നത് സാവിത്രി ജിൻഡാൽ ഫാമിലി, സജൻ ജിൻഡാൽ വരുന്നത് JSW സ്റ്റീൽ മെറ്റൽസിൽ വരുന്നത്. ശിവനാടാറിൻ്റെ ഒരു ഫാമിലിയാണ് HCL ടെക്നോളജീസ് ഹോൾഡ് ചെയ്യുന്നത്. കുമരമംഗലം ബിർള ആൻഡ് കമ്പനി എത്രയെന്ന് വെച്ചാൽ അൾട്രാടെക് സിമെൻറ്റ്, ഗ്രാസിയം, ഹിൻഡാൽകോ. പിന്നെ ബജാജ് ഫാമിലിൻ്റെ ബജാജ് ഫൈനാൻസ്, ബജാജ് ഫിൻസ്, ബജാജ് ഓട്ടോ ഹോൾഡ് ചെയ്യുന്നു. And mostly Tata's hold in the long, Tata Consultancy, Tata Motors, Tata Steel, Titan, Tata Consumer Products, ഇതൊക്കെ ടാറ്റാസ് ഹോൾഡിങ്. പിന്നെ വരുന്നതാണ് മഹീന്ദ്ര ഫാമിലി, മഹീന്ദ്ര ഓട്ടോമൊബൈൽസ്. പിന്നെ 2-3 മൾട്ടിനാഷണൽ കമ്പനീസ് ലൈക്ക് യൂണിലിവർ, മാരുതി സുസുക്കി, നെസ്ലെ, ITC, ഇങ്ങനെയുള്ളൊരു കമ്പനീസ്. സോ മോസ്റ്റ്ലി ഈ നിഫ്റ്റി 50 എന്ന് പറയാമെന്നുള്ള വെച്ചാൽ ഇന്ത്യയിലുള്ള ഒരു റിച്ചസ്റ്റ് പീപ്പിളുടെ സ്കോർ കാർഡാണ്. അവരെ പ്രോഗ്രസ് കാർഡാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളുടെ പ്രോഗ്രസ് കാർഡ് പോലെ ഇന്ത്യയിലെ ഏറ്റവും. പിന്നെ സോറി, വൺ മോർ തിങ് ഐ ഫോർഗോട്ട്, സാങ്വി കമ്പനി, ദാറ്റ് സാങ്വി ഫാമിലി, സൺഫാർമറ്റ് ഹോൾഡിംഗ്. സോ ദേ ആർ ദ റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ഇന്ത്യ. എവറി ഡേ ദർ വെൽത്ത് ഈസ് മൂവിങ്, വി ക്യാൻ ഫൈൻഡ് ഔട്ട്. സോ ദ നിഫ്റ്റി 50 ഈസ് ദ റിച്ചസ്റ്റ് മാൻസ് ഇൻഡെക്സ്. അത്രയും എനിക്ക് പറയാം. താങ്ക് യു.